ശ്രീ നൌഷാദ് അലി ചൂണ്ടിക്കാണിക്കുകയാണ്. വി ശിവൻകുട്ടിക്ക് വേണ്ടി SDPI നേരിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട്, ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയൊക്കെ SDPIയുമായി ചേർന്ന് ഭരിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഈ SDPI ബന്ധം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ അവനവന്റെ അധികാരത്തിന് വേണ്ടി കൂടുതൽ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമാണെന്ന പരസ്പര ആരോപണം. അതായത് അദ്ദേഹം പറഞ്ഞത് പച്ച കള്ളാണെന്നുള്ളതാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളൊരു ഘട്ടത്തിലും SDPIയുടെ എന്താ പറയുക പിന്തുണ സ്വീകരിക്കുന്നതിന് വേണ്ടി പോയിട്ടില്ലെന്ന് മാത്രമല്ല എല്ലാ ഘട്ടത്തിലും അതിനെ വളരെ ശക്തമായി തന്നെ തള്ളിപ്പറയുകയും ഈ നാടിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയും മതവർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് SDPIയും സമാനമായ നിലയിൽ തന്നെ RSSഉം എന്നുള്ള അഭിപ്രായം ഈ നാടിന് മുൻപിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മാധു ഇപ്പോൾ പറഞ്ഞു എവിടെയൊക്കെ SDPI പിന്തുണയോടുകൂടെ ഭരിക്കുന്നുണ്ട്. അങ്ങനെ ഒരിടത്തും ഭരിക്കുന്നില്ല. ഒരിടത്തും ആ നിലയിൽ ഭരണം മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയിൽ പലയിടങ്ങളിലും ഈ പറഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ BJP വോട്ട് ചെയ്യുന്ന നില ഉണ്ടായിട്ടുണ്ട്, ചിലയിടങ്ങളിൽ SDPI വോട്ട് ചെയ്യുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ ഘട്ടത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം ഞങ്ങൾക്ക് ഈ വോട്ട് വേണ്ട എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടാതെ ഇവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന നില ഉണ്ടായാൽ തൊട്ടടുത്ത ഘട്ടത്തിൽ തന്നെ ആ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനം അനുസരിച്ചാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കേരളത്തിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട. അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് SDPI ആയിട്ടൊരു ബന്ധമില്ല, അവരാരെങ്കിലും പ്രകടനം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നുള്ളൊക്കെ വാദം, അല്ലെങ്കിൽ ഞങ്ങളതിനെ തള്ളി പറഞ്ഞു എന്ന നിലയിലേക്കൊക്കെയുള്ള വാദം കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ നാട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സാറേ. ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ കാലയളവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും ഈ പറഞ്ഞ SDPI പിന്തുണയെ തള്ളി പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. എത്ര ആവർത്തി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെ ഇവരോട് ചോദിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. SDPI ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, എന്താ നിങ്ങളുടെ നിലപാട് എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ആ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറിപ്പോകുന്ന കാഴ്ചയായിരുന്നില്ലേ നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്? അതായിരുന്നു ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്ന നിലപാട്. ഈ തെരഞ്ഞെടുപ്പിനിടയിലാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുൻപേ ഞങ്ങൾ സംസാരിച്ചിരുന്നു, ധാരണ ഉണ്ടാക്കിയിരുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു, ധാരണ ഉണ്ടാക്കിയിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ ഇതിനെ തള്ളി പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇതിൽ ഉള്ള വിഷയം എന്താ വെച്ചാൽ, എന്താ പറയുക, നാടിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ലാത്ത ഒരു കൂട്ടാണ്, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടാണ്. ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ സ്വീകാര്യരാണ് എന്ന ഒരു പൊതുചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപകടം ചെറുതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണ്ടേ? ഇനി പോട്ടെ, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോൾ നേരത്തെ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ SDPI പിന്തുണ ഇങ്ങനെ സ്വീകരിച്ച് അവരെ ഇങ്ങനെ ഓമനിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ലല്ലോ. കോൺഗ്രസിൻ്റെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നില്ലേ പുന്ന നൌഷാദ് ചാവക്കാട്? ഇതേ പുന്ന നൌഷാദിന്റെ വീടിന്റെ മുൻപിൽ പോയി നിന്നിട്ട് ഈ പറഞ്ഞ SDPI താരാട്ട് പാടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയും. ഇപ്പൊ ഈ നിലയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ SDPI പിന്തുണ, SDPI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ, ഈ വർഗീയ ശക്തികളെ എന്താ പറയുക അങ്ങനെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അത് സമൂഹത്തിനാകെ ആപത്താണെന്നും അപകടമാണെന്നും നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാവണം. താൽക്കാലിക തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി, താൽക്കാലിക തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മതേതര കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് കോൺഗ്രസും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാകും.